വിദ്യാർത്ഥി പ്രതിഷേധമാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഈ പരിപാടി നടത്താൻ കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാൾ തന്നെ തെരഞ്ഞെടുത്തതും ഇത്തരത്തിൽ ഒരു വിവാദത്തിലേക്ക്, സംഘർഷത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള കൃത്യമായ ഒരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. മറ്റേതെങ്കിലും ഒരു ഹാളിലാണെങ്കിൽ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഉയർന്നു വരില്ല. അപ്പോൾ ഈ പ്രതിഷേധം ഉണ്ടാകണം. തങ്ങൾ ഈ സർക്കാരിൻ്റെ വെല്ലുവിളിക്കുകയാണ്. ഈ നാട്ടിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെയും യുവജന സംഘടനകളെയും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണിപ്പോൾ സെനറ്റ് ഹാളിൽ നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും വിദ്യാർത്ഥി യുവജന പ്രതിഷേധം സർവകലാശാല സെനറ്റ് ഹാളിന് പുറത്ത് നടക്കുമ്പോൾ അകത്ത് ഇതൊന്നും കാര്യമാക്കാതെ അവിടെ ഗവർണർ കൂടി പങ്കെടുത്തുകൊണ്ടുള്ള പരിപാടി നടക്കുകയാണ്. സർവകലാശാലയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇത്തരത്തിൽ മതപരമോ രാഷ്ട്രീയപരമായോ ആയിട്ടുള്ള ഒരു ചിത്രം അവിടെ വെച്ചിരിക്കുന്നത്. അത് അനുവദിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ SFIയും DYFIയും അടക്കമുള്ള സംഘടനകൾ സ്വീകരിച്ചിരിക്കുന്നത്. പോലീസ് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ നീക്കം ചെയ്യാനുള്ള ശ്രമത്തിലാണ്. തങ്ങളുടെ പ്രതിഷേധം ശക്തമായി തന്നെ രേഖപ്പെടുത്തുകയാണ് SFIയുടെയും DYFIയുടെയും പ്രവർത്തകർ. ഇത്തരത്തിൽ സംസ്ഥാനത്തെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കങ്ങൾ അനുവദിക്കാൻ കഴിയില്ല എന്ന ശക്തമായ നിലപാട് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾ SFIയും DYFIയും അടക്കമുള്ള സംഘടനകൾ സ്വീകരിച്ചിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരികയാണ് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ. നാട്ടിലെ മതേതരമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തെ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനമാണ് നമ്മൾ സെനറ്റ് ഹാളിന് മുന്നിൽ കാണുന്നത്. സർവകലാശാലയുടെ സെനറ്റ് ഹാൾ ഒരു തരത്തിലും മതപരമോ വർഗീയ രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അത്തരം ചിഹ്നങ്ങൾ ക്യാമ്പസിനകത്ത് പാടില്ല എന്ന നിയമം നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ ഈ സംവിധാനങ്ങളെ ആകെ വെല്ലുവിളിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പരിപാടി സെനറ്റ് ഹാളിൽ നടത്തുന്നത്. RSSന്റെ ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ട് ഇത്തരം ഒരു പരിപാടി അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംഘടിത വിദ്യാർത്ഥി പ്രസ്ഥാനം SFIയും അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനം DYFIയും. SFIയുടെയും DYFIയുടെയും പ്രവർത്തകരുടെ അതിശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾക്കിടെയാണ് സെനറ്റ് ഹാളിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പങ്കെടുക്കുന്ന പരിപാടി നടക്കുന്നത്. ഇപ്പോൾ ഷീജ ചേരുകയാണ്. ഷീജ, അതിശക്തമായ പ്രതിഷേധമാണ് SFIയും DYFIയും ഉയർത്തുന്നത്. ഷീജ. തീർച്ചയായും ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ഷമ്മി ഈ ഒരു വിഷയത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഭാഗത്ത് നമുക്കിപ്പോൾ കാണാം SFIയുടെ വനിതാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. ഒരു ഭാഗത്ത് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ജില്ലാ പ്രസിഡന്റും ജില്ലാ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവരെ ഇവിടെ നിന്നും മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അതാണ് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചു വരുന്നത്. ഏതായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ കേരള സർവകലാശാല ആസ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഗവർണർ പങ്കെടുക്കുന്ന ഈ ഒരു പരിപാടി, ആ പരിപാടിയിൽ RSS ഭാരതാംബ ചിത്രം വെച്ചതാണ് ഇത്ര വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടാകാൻ കാരണം അത് സർവകലാശാലയുടെ ചട്ടങ്ങൾക്കെതിരാണ് എന്നുള്ള കാര്യമാണ് SFI ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം തന്നെ കേരള സർവകലാശാലയുടെ രജിസ്ട്രാറും ആ രീതിയിൽ കൃത്യമായ രീതിയിൽ ഒരു നിലപാട് ഈ വിഷയത്തിൽ കൈക്കൊണ്ടു. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവകലാശാലയുടെ ചട്ടങ്ങൾ തെറ്റിച്ചുകൊണ്ട് ഒരു പരിപാടിയും ഇവിടെ നടത്താൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഇത് വലിയ തോതിൽ RSSകാരെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. ഗവർണർക്ക് ഇവിടെ സുരക്ഷാ വിഷയമുണ്ട് എന്നുള്ള കാര്യമടക്കം പോലീസ് അറിയിച്ചിരുന്നു. പക്ഷേ അതിനെ ഒന്നും കൂസാതെ ഇവിടേക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്താനുള്ളൊരു തീരുമാനമാണ് ഗവർണർ ഈ വിഷയത്തിൽ സ്വീകരിച്ചത് എന്നുള്ളതും എടുത്തു കാണേണ്ടതാണ്. ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് വിഷയത്തെ തള്ളിവിടുന്ന തരത്തിലുള്ള നിലപാട് ഗവർണറുടെ ഭാഗത്ത് നിന്നും സ്വീകരിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ഇവിടെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും SFIയുടെ ഭാഗത്ത് നിന്നും SFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും അത്തരത്തിലുള്ള ഒരു പ്രകോപനവും ഉണ്ടായിരുന്നില്ല. പക്ഷേ SFI പ്രവർത്തകരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അതാണ് നിലവിൽ പോലീസ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഗവർണർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതോടുകൂടി തന്നെ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് SFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിച്ചത്. അതിൽ ഒരു വിഭാഗം SFIയുടെ വനിതാ പ്രവർത്തകരെ ഇവിടെ നിന്നും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. മറ്റ് പ്രവർത്തകരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ പോലീസ് സ്വീകരിക്കുന്നത്. പക്ഷേ ഈ കവാടത്തിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നതാണ് ഇപ്പോൾ SFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ
രീതിയിലേക്ക് പ്രതിഷേധം നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കേരള സർവകലാശാലയുടെ കവാടത്തിലാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം ഇവിടെ നടക്കുന്നത്. അവർ കവാടത്തിൽ കുത്തിയിരുന്നു കൊണ്ടാണ് ഇപ്പോൾ നിലവിൽ പ്രതിഷേധിക്കുന്നത്. ഷമി, തീർച്ചയായും സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക, കലാപമുണ്ടാക്കുക എന്നൊക്കെയുള്ള വളരെ ആസൂത്രിതമായ ഒരു ലക്ഷ്യം ഇതിന് പിന്നിൽ കാണുന്നുണ്ട് ഷീജ. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സ്വകാര്യ ഹാളിൽ ഈ പരിപാടി അവർക്ക് നടത്തുന്നതിന് ഒരു തടസ്സവുമില്ല, ഒരു നിയമ തടസ്സവുമില്ല. സർവകലാശാലയുടെ ആസ്ഥാനത്തുള്ള സെനറ്റ് ഹാളിലേക്ക് ഈ പരിപാടി കൊണ്ടുവരുന്നതും അവിടെ ഈ ചിത്രം വെക്കുന്നതും ഗവർണറെ അവിടേക്ക് കൊണ്ടുവരുന്നതും എല്ലാം ഇത്തരത്തിൽ ആസൂത്രിതമായ ഒരു സംഘർഷം സൃഷ്ടിക്കാൻ ആണ് എന്ന SFIയുടെ ആ ഒരു ആരോപണം അത് യാഥാർത്ഥ്യമല്ലേ? നിലപാട് സ്വീകരിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. കാരണം RSS ഭാരതാംബ ചിത്രം അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പരിപാടിക്കും താൻ തയ്യാറല്ല എന്നുള്ള അനൌദ്യോഗികമായ ഒരു പ്രഖ്യാപനം തന്നെ ഗവർണർ നടത്തുകയായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ